ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയും കൊണ്ടാണ്. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും നമ്മുടെ സിൽവർ ജ്വല്ലറി ക്ലീനിങ് എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് 2 ബ്രേസ്ലെറ്റും ഒരു നെക്ക് ചെയിനും ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കാരണം ഇത് യൂസ് ചെയ്യാതെ മാറ്റിയിട്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിൽ ഇതിൽ കുറച്ചും കൂടെ ഒരു കളറിങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ റിയലായിട്ടും ഇതിന് ഇത്രയും കളറും കാര്യങ്ങളും ഒന്നും ഇല്ല. നല്ല രീതിയിൽ കളർ പോയിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത തട്ടിൻപുറത്തായിരുന്നു ഇതിൻ്റെ സ്ഥാനം. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം ഞാൻ ദാണ്ട കുറച്ച് സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ പോകുന്ന ഒരു ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. ഓപ്ഷനിലാണ്, ഇത് വേണമെന്നില്ല. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കോൾഗേറ്റ് ആണ് കേട്ടോ. മാക്സ് ഫ്രഷിൻ്റെ കാർക്കോളിൻ്റെ കോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു ബ്രഷ് എടുക്കണം. പിന്നെ ഞാനിത് നമ്മുടെ തുണി അലക്കണ തന്നെ ഒരു ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന് പകരം നമുക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കറ പോകുന്ന ലിക്വിഡ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചില വെള്ളി ആഭരണങ്ങൾക്ക് അത് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ വെള്ളം എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വേണ്ട സോപ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ലിക്വിഡ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യേണ്ട കേട്ടോ. യൂസ് ചെയ്യുന്നവർ മാത്രം യൂസ് ചെയ്താൽ മതി. ചില വെള്ളിയിൽ അത് ഓക്കെ ആവണമെന്നില്ല. പിന്നെ വേണ്ട ആ ലിക്വിഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ശേഷം എന്താണ് നമ്മൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിക്വിഡും സോപ്പ് പൊടി ഇതെല്ലാം ഒന്ന് മിക്സായി ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് ചൂടാവണം വരെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ നമ്മൾ ഇതിനകത്ത് ആഭരണങ്ങൾ ഇട്ട് കൊടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിലേ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പം അത് എന്താ പറയുക, അതിനകത്ത് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതേപോലെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സായി ഒന്ന് പതഞ്ഞ് സെറ്റായിട്ടൊന്ന് ഓക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കാം. ഓർണമെൻറ്റ്സ് എല്ലാം നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കരുത് കേട്ടോ, അതിനകത്ത് ഡാമേജ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കറക്കിയെടുത്ത് മിക്സാക്കി എടുക്കുക. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറി വരുന്നിടം വരെയും ആ ഒരു ഓർണമെൻറ്റ്സ് നമുക്ക് അതിൽ തന്നെ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ആ ഒരു അഴുക്കൊക്കെ പോകണേ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുക്കുക. ബൗളിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കണം പേസ്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് ഇതിന് പകരം വേണമെങ്കിൽ കോൾഗേറ്റോ അല്ലെങ്കിൽ അല്ലാതെ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ് ആക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഹെയർ ഷാമ്പും കൂടെ ആഡ് ആക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ചും കൂടെ ഒന്ന് പതഞ്ഞ് വരാൻ വേണ്ടിയിട്ടും നമ്മൾ കഴുകുന്നതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഷാമ്പും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ആക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കുറച്ച് ഷാമ്പും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മെൽറ്റ് ചെയ്യിപ്പിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഈ ലിക്വിഡ് കൊണ്ട് ഓർണമെൻറ്റ്സ് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ വാഷ് ചെയ്യണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ചേഞ്ചസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ആ ഒരു ചെയിൻ്റെ ഫോട്ടോയും ഈ ഒരു ചെയിൻ്റെ ഫോട്ടോയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കളർ ചേഞ്ച് കാരണം യൂസ് ചെയ്യാതിട്ടിരിക്കുന്ന സിൽവർ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കുഞ്ഞു കുട്ടികളുടെ കൊലുസും അരിഞ്ഞാണോ ഒക്കെ ഇതേപോലെ കളർ ചേഞ്ച് കാരണം നമ്മൾ യൂസ് ചെയ്യാതൊക്കെ ഇട്ടിരിക്കുന്നത് കാണും. അപ്പോൾ കടയിലൊന്നും കൊണ്ടുപോയി നമുക്ക് വാഷ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഫെയ്ഡ് ആയിട്ടുള്ള സിൽവർ ചെയിൻസ് ഒക്കെ നമുക്കിത് ഇതേപോലെ നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് യൂസിങ് അല്ലാതെ മാറ്റിയിട്ടിരുന്നതാണ് കേട്ടോ. ഞാനപ്പോൾ അത് ക്ലീൻ ആക്കിയെടുത്തപ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കി. അപ്പോൾ വീഡിയോയിൽ ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇതൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ തുടച്ചെടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണിത് കേട്ടോ. ഇതപ്പം എത്രത്തോളം ഫോണിൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് തോന്നിക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ടിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പഴയ ആ ഒരു ചെയിനും ഇതും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. അതിൻ്റെ ആ ഒരു കളർ ഫെയ്ഡിങ് ഒക്കെ മാറി നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ തുണി അലക്കണ ലിക്വിഡ് ആഡ് ചെയ്തതിന് പകരം പാത്രം കഴുകണ ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും. നമ്മൾ വിമ്മൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Okay, thank you.